ഉണ്ടോ അത്രയും ഈക്വൽ നമ്പർ ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് വേറൊരു സബ്സ്റ്റൻസിൻ്റെ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര ഗ്രാമിലാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയണേ 1 മോൾ ഓഫ് ദാറ്റ് സോ ആൻഡ് സോ സബ്സ്റ്റൻസ് എന്ന് പറയണേ. അപ്പം നമുക്കറിയാം ഏത് സാധനം നമ്മൾ എടുത്താലും അതിനൊരു മാസ് ഉണ്ടാവും അല്ലേ. ഏത് സാധനം എടുത്താലും അതിനൊരു മാസ് ഉണ്ടാവും. ആറ്റത്തിൻ്റെ മാസ്സാണ് അറ്റോമിക് മാസ്, മോളിക്യൂളിൻ്റെ മാസ്സാണ് മോളിക്കുലർ മാസ്. അപ്പോൾ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിന് നമ്മൾ എന്താണ് പറയുക? 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് അല്ലെ, ഏതൊരു സാധനത്തിൻ്റെയും 1 മോളിൻ്റെ മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് മോളാർ മാസ്. Mass of 1 mole of any substance is known as molar mass. ഈ മോളാർ മാസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ പറയുവാണെങ്കിൽ, സിമ്പിളായി പറഞ്ഞാൽ മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസിന് നമുക്ക് എന്ത് പറയാം? മോളാർ മാസ് എന്ന് പറയാം. അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസിനെയാണ്